ഹലോ ഗായ്സ്, വെൽക്കം ടു ഐഷു ഓഫ് NK യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഓണാശംസകൾ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓണത്തിൻ്റെ ഷോപ്പിംഗ് ചെയ്യാനാണ്. ബാംഗ്ലൂർ മലേശ്വരം 8th ക്രോസ് ഷോപ്പിംഗ് സ്ട്രീറ്റിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം ഞാനൊരു സാരി മേടിച്ച്, ഇവിടെ കാണുന്നുണ്ടല്ലോ വെള്ള കളറിലുള്ള സാരി, അത് കഴിഞ്ഞ പിന്നെ ഒരു സാരീന്റെ ബോർഡർക്ക് ചേർച്ചയുള്ള പോലത്തെ ഒരു ബ്ലൗസ് പീസ് മേടിച്ചു. ജിത്തുവിനൊരു ന്യൂ ഫ്രണ്ടായി. മലേശ്വരം ഷോപ്പിംഗ് സ്ട്രീറ്റിൽ ഗേൾസിന് പറ്റിയ അടിപൊളി ഡ്രസ്സൊക്കെ കിട്ടും. അധിക വില ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഞാൻ മേടിച്ച സാരി. വൈറ്റ് കളർ സാരിയാണ്, ബോർഡർ മറൂൺ കളറിൽ വരുന്നുണ്ട്. സാരീന്റെ ബ്ലൗസ് പീസ് പ്ലസ് മറൂൺ കളർ ബ്ലൗസ് പീസ് രണ്ടിനും അറ്റാച്ച് ചെയ്തിട്ട് മെഷീൻ വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഞാൻ ഈ ഡിസൈനിലുള്ള ഡ്രസ്സ് നോക്കിയത് ഇൻസ്റ്റഗ്രാമിലാണ്. പക്ഷെ ആ ഡ്രസ്സിന് 20,000 ആയതുകൊണ്ട് ഞാൻ തന്നെ സാരി മേടിച്ചു. ഇവിടെ ബാംഗ്ലൂരിൽ മെഷീൻ എംബ്രോയിഡറിങ് വർക്ക് ചെയ്യും. മെഷീൻ വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സുണ്ടിക്കൊപ്പ പോയിട്ട് അമ്മ ബ്ലൗസ് പീസ് മാർക്ക് ചെയ്ത് തന്നു. ഞാൻ കട്ടാക്കി ലൈനിങ് എല്ലാം അറ്റാച്ച്മെന്റ് എല്ലാം ചെയ്തത് ഞാനാണ്. ഫിറ്റിംഗ് എല്ലാം അമ്മ ചെയ്തു തന്നു. വീഡിയോ മാത്രം എൻ്റെതായിരുന്നു, പക്ഷെ എല്ലാം ചെയ്തു തന്നത് അമ്മയാണ്. 20,000 രൂപേൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഡ്രസ്സിന് ഞാൻ 1,700 റുപ്പീസൊക്കെ സാരി മേടിച്ച് ഡിസൈൻ ചെയ്തിട്ട് ഒപ്പിച്ചതാണ്. സാരിക്ക് 650 റുപ്പീസാണ്, ബ്ലൗസ് പീസിന് 50 റുപ്പീസ്. അത് കഴിഞ്ഞ പിന്നെ മെഷീൻ വർക്ക് ചെയ്യാൻ 1,000 റുപ്പീസ്, 40 റുപ്പീസിന് ലൈനിങ് പീസ്. എല്ലാം ചേർത്തിയാലും 1,740 റുപ്പീസിന് എൻ്റെ ഔട്ട്ഫിറ്റ് റെഡി ഗൈസ്. ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളുടെ ഷോപ്പാണ്, സുണ്ടിക്കുപ്പയിലുള്ളതാണ് ഈ ഷോപ്പ് കൊടകിൽ. ആർക്കെങ്കിലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം പറഞ്ഞാൽ DM ചെയ്താൽ മതി. എനിക്ക് ഏതേ ഡിസൈനിലുള്ള ഡ്രസ്സാണെങ്കിലും എൻ്റെ അമ്മ സ്റ്റിച്ചാക്കി തരും. ഞാനും പണ്ടൊക്കെ സ്റ്റിച്ചെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഡാൻസിൻ്റെ ബിസി ആയതുകൊണ്ട് ചെയ്യുന്നില്ല. ലൈനിങ് ടച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ചായി ഗൈസ്. നെക്സ്റ്റ് ഞാൻ പോകുന്നത് ഫോട്ടോഷൂട്ട് ചെയ്യാനാണ്. മിത്തു ചേട്ടൻ വന്നിട്ടുണ്ടായി എന്നെ കൂട്ടിയിട്ട് പോവാൻ. അക്ഷയ് ചേട്ടൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് അവരുടെ വീട്ടിലാണ് നമ്മൾ ഫോട്ടോഷൂട്ടിനുള്ള മേക്ക് ഓവറൊക്കെ ചെയ്തത്. എനിക്ക് മേക്ക് ഓവർ ചെയ്തു തരുന്നത് അമ്മുക്കുട്ടിയാണ്. ബ്രൈഡൽ മേക്കപ്പിനെല്ലാം അമ്മുക്കുട്ടീനെ DM ചെയ്താൽ മതി. എല്ലാ ടൈപ്പിലുള്ള മേക്കപ്പ് ചെയ്തു തരും. സോ DM അമ്മു. മേക്കപ്പ് എല്ലാം സെറ്റായി ഗൈസ്. അടുത്തത് നമ്മൾ പോകുന്നത് ഫോട്ടോഷൂട്ട് ചെയ്യാൻ നാക്കൂർ ശിവന്റെ ടെമ്പിളിലേക്കാണ്. സോ എൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്തു തരുന്നത് ശ്രീ ഫിലിംസ്, കുഞ്ചു പിന്നെ അഭി ചേട്ടനാണ്. ഇതാണ് ഗൈസ് ലൊക്കേഷൻ, നാക്കൂർ ശിവന്റെ ടെമ്പിൾ. സോ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഞാൻ റെഡി, കുഞ്ചു റെഡി, ക്യാമറ റെഡി. അഭിചേട്ടനും ചെയ്തു തന്നിട്ടുണ്ട്, കുറേ ഫോട്ടോസൊക്കെ പിടിച്ചു തന്നിട്ടുണ്ട്. ഞാനും അമ്മുക്കുട്ടിയും ഫോട്ടോഷൂട്ട് ചെയ്തു. ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നതാണ് ഗായ്സ്. നോക്കൂ എങ്ങനെയുണ്ട്, കമൻറ്റിൽ പറയൂ. ഇന്ന് തിരുവോണമാണ്. ഇവിടെയാണ് ഓണപ്പൂക്കളം ഇടുന്നത്. ആദ്യം ഞാൻ ഒരു മാർക്കറിലേക്ക് നൂല് ചുറ്റിയിട്ട് ഒരു സർക്കിൾ വരച്ചു. അത് ആയ പിന്നെ ചെറിയൊരു സർക്കിൾ വരച്ചു, മിഡലിൽ ഒരു ഡോട്ട് വെച്ചിട്ട്. ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് രാഹുലാണ്. പണ്ടൊക്കെ ഇതൊന്നല്ലായിരുന്നു, പക്ഷെ ഇപ്പം എന്താക്കല്, ചാണം പോലും കിട്ടുന്നില്ല. അതിനെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ പ്ലസ് ഷേപ്പിൽ ലൈൻ വലിച്ചു. ഇതൊക്കെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിസൈൻ എല്ലാം നേരെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഞാൻ. പൂക്കളത്തിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി പൂക്കളം ഇടണം. ആദ്യം ഞാൻ എടുത്തത് ഓറഞ്ചും യെല്ലോ മിക്സ് ഉള്ള ഷെയ്ഡിലുള്ള ഒരു പൂക്കളറാണ്. പക്ഷെ അതിലൊരു ഗുമ്മുണ്ടായിട്ടില്ല. സോ ഞാൻ കളർ ചേഞ്ച് ആക്കി. യെല്ലോ കളർ ഇനിയും കുറച്ചും കൂടി മേലേക്ക് ഇട്ടു പൂക്കളത്തിൻ്റെ. പിന്നെ എല്ലാം വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തിനു പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ അനിയത്തി പാവം അവളാണ് പിടിച്ചു തന്നത്, വീഡിയോഗ്രാഫർ ഖുഷി. പക്ഷേ അവളും ബിസി ആയതുകൊണ്ട് കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താക്കി, ആദ്യത്തെ പൂവിൻ കഴിഞ്ഞതും ബോർഡർ ലൈനിന് ഡൈല പൂവിൻ്റെ ആണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു പർപ്പിൾ കളർ പൂ, അതായ പിന്നെ യെല്ലോ കഴിഞ്ഞ പിന്നെ വൈറ്റ്. സോ ഈ സർക്കിളെല്ലാം ഫിൽ ചെയ്തിരിക്കുന്നതാണ്. ആക്ച്വലി ഞാൻ പൂവിടേണ്ട പ്ലാനിലേ ഉണ്ടായിട്ടില്ല. ഞാൻ ഇടൂലാനാണ് പറഞ്ഞിട്ടുണ്ടായത്. എന്താ പറഞ്ഞാൽ
അമ്മയും അനിയത്തിയാണ് സെറ്റാക്കിയത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഫോട്ടോഷൂട്ട് എല്ലാം ചെയ്ത് ടയേർഡിലാണ് ഇരുന്നിട്ടുണ്ടായത്. പക്ഷെ ലാസ്റ്റിന് പണി വന്നതോ എനിക്ക്. ഞാൻ ഈടനായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ ചെണ്ടുപൂ എനിക്ക് മലയാളത്തിൽ എന്ത് പറയുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കർണാടകയിൽ ചെണ്ടു പൂവ് എന്നാണ് പറയുന്നത്. അതിനുകൊണ്ട് അത് കുറച്ച് കുറവിന് കിട്ടുന്നത് കൊണ്ട് കുറേ ഉണ്ടായി. അപ്പോൾ ചെണ്ടുപൂവിന് ലാസ്റ്റക്ക് ഫിൽ ചെയ്തതാണ്. ഡിസൈനൊക്കെ എങ്ങനെയുണ്ട്? ഡിസൈൻ വരച്ചപ്പോൾ ഒരുപോലെയാണ്, പൂക്കളം ഇട്ടപ്പോൾ ഒരുപോലെ ആയിട്ടുണ്ട്. അതെന്ത് ചെയ്യാൻ പറ്റൂല. എനിക്ക് അറിയുന്നത് അത്ര തന്നെ. എന്താ പറഞ്ഞാലും ഞാനൊന്നും അത്രയൊന്നും പൂക്കളത്തിൽ പെർഫെക്റ്റ് അല്ല. പക്ഷെ എന്നെക്കൊണ്ട് ആവുന്നത് ഞാൻ ചെയ്യും അല്ലേ? എന്താണ് ഗൈസ്, എല്ലാം ചെയ്യണം. ഈ പൂക്കളം ഇഷ്ടമായ കമൻറ്റിൽ പറയണേ, മിസ് ചെയ്യാതെ പറയണേ എങ്ങനെ ഉണ്ടായിന്ന്. ഞാൻ കൊടകിലുള്ള കൊണ്ട് എൻ്റെ മലയാളം വളരെ മോശമായിരിക്കും എനിക്കറിയാം. കൂർഗ് മലയാളി, സോ കന്നഡ സ്ലാങ് വന്നേ വരും. സോ അതെല്ലാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. പഠിച്ചു വരുന്ന കുട്ടിയല്ലേ ഞാൻ. സോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം. സോ ചെണ്ടുപൂവൊക്കെ ഇട്ടിട്ടായി ഗൈസ്. ലാസ്റ്റിന് കുറച്ചുകൂടി പൂ ബാക്കിയുണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ആദ്യം ഇട്ടല്ലോ ഓറഞ്ച് പിന്നെ യെല്ലോ മിക്സിലുള്ള ഫ്ലവറിന് ഒരു ബോർഡർ ലൈൻ ചെയ്തത്. അത് ചിന്നുവിൻ്റെ ഐഡിയ ആണ്, ഒരു ബോർഡർ ലൈൻ ചെയ്യുന്നത്. അത് ചെയ്യാതിരുന്നാലും നല്ല ഉണ്ടാവുണ്ടായി. എന്തോ ഇത് കൊള്ളായിന്ന് എനിക്കറിയാം. അതായി പിന്നെ വിളക്കെല്ലാം കത്തിച്ചു, വിളക്കിനെ വെച്ചു, വിളക്ക് കത്തിച്ചു, എല്ലാം സെറ്റായി ഗൈസ്. ഇതാണ് ഓണപ്പൂക്കളം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. നോട്ട് ബാഡ്. അടുത്തത് സദ്യയാണ് ഗൈസ്. ചെയ്യാൻ പോകുന്നുണ്ട്. ഉപ്പേരിക്കുള്ളതെല്ലാം റെഡിയാണ്. പച്ചക്കറി, ബീട്രൂട്ട് പച്ചടി. അത് കഴിഞ്ഞ പിന്നെ ചോറ് റെഡി. ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബീട്രൂട്ട് പച്ചടീൻ്റെ ഇത് വെന്ത് കൊണ്ടുപോയിരിക്കുന്നു. അത് കഴിഞ്ഞ പിന്നെ പപ്പടം വയ്ക്കാൻ ഈസിയാണ്. പിന്നെ മുളകുണ്ടായി, മുളകും ഫ്രൈ ചെയ്തു, ഇഞ്ചിപ്പുളിയും ആക്കി. ഇതൊക്കെ ഞാൻ ചെയ്തതാ. അടുത്തത് നമ്മൾ പോയതാണ് അച്ചുവിൻ്റെ വീട്ടിലേക്ക്, എൻ്റെ അനിയൻ. അവിടെ ഉണ്ണി, അച്ചു, ചേതക്സ് ഉണ്ടായി. സോ നമ്മൾ അവിടെ വൈബ് ചെയ്തു. സദ്യ റെഡി, പക്ഷെ കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ. എൻ്റെ NK ഫാമിലീസ് രക്ഷിത്തണ്ണ, ക്രിസ്റ്റി, കണ്ണ, പമ്മു, സൗമിനത്തണ്ണ ഇവരൊക്കെ വന്നിരുന്നു. അടുത്തത് റീൽസ്. വൈകിട്ട് വെല്ലമ്മ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി, ഏട്ട, ചിന്നുമ, ഉണ്ണി. ഇത് നണ്ടര മീ നന്റെ ചേച്ചിന്റെ ഭർത്താവ് സുഭാസ് ഏട്ടൻ. വളരെ പാവ ഏട്ടനാണ് ഗൈസ്. ഇത് നമ്മുടെ പവി, സുമി, പിന്നെ ജയശ്രീ അമ്മായി, ഇവരെല്ലാം ചിന്നുടെ ഗാങ്കാണ്. അപ്പുമ്മ. ഇതാണ് ഗൈസ് നമ്മുടെ ഓണം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട അറിയാല്ലേ? ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്.